ഹായ് ഫ്രണ്ട്സ്, സുനു വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് കണ്ടത്തിലെ വാഴ കൃഷിക്ക് വളം ചെയ്യാൻ പോവാണ്. കണ്ടോ, ഏത്തവാഴ വിത്താണ് നട്ടിരിക്കുന്നത്. അതിന് വളം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വായോ വീഡിയോയിലേക്ക്. കണ്ടത്തിൽ വെച്ചിരിക്കുന്നത് ഏത്തവാഴ വിത്തും പിന്നെ ഞാലിപ്പൂവൻ, പൂവൻവാഴ. വളം ജൈവ സ്ലറിയാണ് കൊടുക്കുന്നത്. അതിനായിട്ട് ചാണകത്തിലേക്ക് കടലപ്പിണ്ണാക്കും ശർക്കരയും ഇട്ട് പൊളിപ്പിച്ച ജൈവ സ്ലറിയാണ് വാഴയ്ക്കൊഴിച്ച് കൊടുക്കാൻ പോകുന്നത്. അത് ഡയറക്റ്റായിട്ടല്ല, ഒരു ബക്കറ്റ് നിറയെ വെള്ളം എടുക്കുക. അതിലേക്ക് 2 കപ്പ് വളം ഒഴിച്ച് കലക്കിയ ശേഷം അത് ഓരോ വാഴയ്ക്കും ചോട്ടിൽ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വായോ ഫ്രണ്ട്സ്, നമുക്ക് വളം കലക്കുന്നത് കാണിക്കാം നിങ്ങളെ. കണ്ടോ, ജൈവ സ്ലറിക്കകത്ത് നിന്ന് 2 കപ്പ് വളം ഒരു ബക്കറ്റ് വെള്ളത്തിലേക്ക് കലക്കുക. കണ്ടോ, അത് ബക്കറ്റ് നിറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് 2 കപ്പ് വളം ഒഴിക്കുക. എന്നിട്ട് കലക്കണം. ഈ കലക്കിയ ശേഷമാണ് ഈ വളം നമ്മൾ വാഴയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കും. കുറച്ച് വെള്ളം കൂടെ വേണേൽ ഒഴിക്കാം. ഇനി ഓരോ വാഴയ്ക്കും ഈ വളം ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ 2ാമത്തെ വട്ടമാണ് ഈ വളം വാഴയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തു. അങ്ങനെ ഓരോ വാഴയ്ക്കും ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഓരോ വാഴയ്ക്കും വളം ഒഴിക്കുന്നത് കാണാം വായോ വീഡിയോയിലേക്ക്. ഇവിടെ കണ്ടത്തിൽ ഷീറ്റ് വെച്ച് മറച്ചിരിക്കുകയാണ്. ഈ പന്നിയുടെ ശല്യം ഉള്ളതുകൊണ്ട് ചുറ്റും ഷീറ്റൊക്കെ വെച്ച് മറച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ വാഴയ്ക്കും വളം ഒഴിച്ചു കൊടുക്കാം. കണ്ടത്തിൽ സൈഡിൽ തെങ്ങും തൈ വെച്ചിട്ടുണ്ട്. സൈഡിൽ തെങ്ങും തൈ നട്ടിട്ടുണ്ട് കേട്ടോ. സൈഡ് ചേർത്ത് തെങ്ങും തൈ വെച്ചിട്ടുണ്ട് കണ്ടത്തിലാണ് വാഴ തൈ കൃഷി ചെയ്തിരിക്കുന്നത്. കൃഷിക്ക് ആവശ്യമായിട്ട് വെള്ളം എടുക്കുന്നത് ഞങ്ങളുടെ ഈ കണ്ടത്തിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയൊരു തോടുണ്ട്. ആ തോട്ടിൽ നിന്നാണ് ഞങ്ങൾ കൃഷിയുടെ ആവശ്യത്തിന് വെള്ളം എടുക്കുന്നത്. കണ്ടോ, സൈഡിലെല്ലാം തെങ്ങും തൈ വെച്ചിട്ടുണ്ട് ഈ കണ്ടത്തിൽ. ഇവിടെ നിന്നാണ് ഞങ്ങൾ കൃഷിക്ക് ആവശ്യത്തിനുള്ള വെള്ളം എടുക്കുന്നത്. അങ്ങനെ എല്ലാ വാഴയ്ക്കും ഞങ്ങൾ അത് ഒഴിക്കുവാണ് വളം. ഇവിടെ മേടിച്ച് വെച്ചിരിക്കുന്ന ചാക്കിലെ വളമാണ് ഈ കാണുന്നത്. കണ്ടോ, കണ്ടത്തിലാണ് മേടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ എളുപ്പിട്ട് കൊടുക്കാൻ സൗകര്യമുണ്ട് അതിന് അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്.
കുറച്ച് ഭാഗത്ത് കൃഷി ചെയ്തിട്ടില്ല. ഇവിടെ ഇനി ചേന നടണം. ചേനയൊക്കെ നടാൻ വേണ്ടിയാണ് ഇത്രയും സ്ഥലം ഒഴിച്ചിട്ടേക്കുന്നത്. ഇപ്പുറത്തെ ഭാഗത്താണ് വാഴ വെച്ചിരിക്കുന്നത്. കണ്ടോ, ആ സൈഡെല്ലാം ഷീറ്റ് വെച്ച് മറച്ചേക്കുന്നത്. പന്നിയുടെ ശല്യം ഭയങ്കരമാണ്. അതുകൊണ്ട് 3 സൈഡും 1 2 3 സൈഡും ഞങ്ങൾ മറിച്ചിട്ടു. അപ്പുറത്തെല്ലാം വീടായതുകൊണ്ട് അവിടെ പ്രശ്നമില്ല. ഈ ഇപ്പുറത്തെ സൈഡിലും 3 സൈഡും ഞങ്ങൾ ഷീറ്റ് വെച്ച് മറച്ചിരിക്കുകയാണ്. തകര ഷീറ്റ് വെച്ച് മറച്ചേക്കുവാണ്, അല്ലെങ്കിൽ പന്നി വന്ന് ഇതെല്ലാം കുത്തി ഇളക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ മറച്ച് വെച്ചാൽ ഞങ്ങൾക്കിപ്പോൾ കൃഷി ചെയ്യാൻ പറ്റത്തുള്ളൂ. കൃഷി ചെയ്യുന്നവർ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. വളരെ ബുദ്ധിമുട്ടിയാണ്, പാടുപെട്ടാണ് ഞങ്ങൾ ഓരോ കൃഷിയും ചെയ്യുന്നത്. അങ്ങനെ സൈഡെല്ലാം മറിച്ചെടുത്ത് അങ്ങ് അറ്റം വരെ ഷീറ്റ് വെച്ച് മറിച്ചിരിക്കുകയാണ്. നേരത്തെ കണ്ടത്തിൽ റബ്ബറായിരുന്നു, അത് വെട്ടിയിട്ടാണ് ഇപ്പം കൃഷി ചെയ്യുന്നത്. ഹായ് കൂട്ടുകാരെ, ഇതുവരെ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വ്യത്യസ്തമായിട്ട് പുതിയ പുതിയ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.
അങ്ങനെ എല്ലാ വാഴയ്ക്കും വളം ഒഴിച്ചു കൊടുത്തു. ഇനിയും പുതിയ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ബൈ ഫ്രണ്ട്സ്.